പവിത്രത്തിൻ്റെ നാളത്തെ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിക്രമിനെ കാണുമ്പോൾ നമ്മുടെ ശ്രീകാന്ത് പേടിച്ച് വാതിൽ ചാരുന്നുണ്ട്. എന്നിട്ട് എല്ലാവരും രണ്ടുപേരും കൂടെ സംസാരിക്കുന്നു. അപ്പോൾ നല്ല സൈലൻ്റ് ആയിട്ട് തന്നെ ദർശനോട് വിക്രം പറയുന്നു, പോകെ പോകെ ഇപ്പോഴുള്ള മനോഭാവം എനിക്ക് അവളോട് മാറുകയാണെങ്കിൽ അവൾ കുറച്ച് നാൾ കഴിയുമ്പോൾ അവൾക്കും എന്നോട് ആ സ്നേഹമുണ്ടെങ്കിൽ ഞാൻ എന്നിട്ട് അങ്ങനെ പറയുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ശ്രീകാന്തിൻ്റെ മുഖത്ത് നോക്കി പറയും, ഇവനല്ല, ഇവൻ്റെ അച്ഛനല്ല, ദേവേന്ദ്രൻ്റെ അച്ഛൻ മുത്തുപട്ടർ വന്നു പറഞ്ഞാൽ പോലും ഞാൻ അവളെ സ്വന്തമാക്കിയിരിക്കും, ഞാൻ എൻ്റേതാക്കുമെന്ന് പറയുമ്പോൾ വിക്രത്തിനെ തല്ലാനൊക്കെ ഓങ്ങുന്നുണ്ട്. പക്ഷേ നടക്കുന്നൊന്നുമില്ല. വിക്രമിൻ്റെ വെല്ലുവിളിക്ക് മുന്നിൽ ആകെ നാണം കെട്ട് നിൽക്കാൻ മാത്രമേ നമ്മുടെ ശ്രീകാന്തിനെ അറിയുള്ളൂ. കാരണം ശ്രീകാന്ത് നടത്തുന്ന ബിസിനസ്സിനെ കുറിച്ച് വേദയുടെ അച്ഛൻ അറിയില്ല. അത് വെല്ലുവിളിയോടെ തന്നെ നമ്മുടെ വിക്രം പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നന്ദിനി ഒരു കെട്ട് നോട്ടുമായിട്ട് ഓടി മുറിയിലേക്ക് വരികയായിരുന്നു. പക്ഷേ വേദ അറിയാണ്ട് തട്ടി രണ്ടുപേരും കൂടെ കൂട്ടിയിടിച്ച് ശരിക്കും ചീട്ടുകെട്ടുകൾ വീഴുന്ന പോലെയാണ് പണം താഴത്തേക്ക് വീഴുന്നത്. അത് കണ്ട് വേദ ഇങ്ങനെ ഞെട്ടുന്നുണ്ട്. വേദ അത് കണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ നന്ദിനി ആകെ ചൂളി ചുരുങ്ങുന്നുണ്ട്. ദൈവത്തെ ഓർത്ത് അമ്മനോട് അച്ഛനോട് ഇത് പറയരുതെന്ന് പറയും. അതിനുശേഷം വെറുതെ നമ്മുടെ വേദ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന പോലെ തന്നെ നന്ദിനിനെ ഇങ്ങനെ ചൂടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ഇനി കുറച്ച് ദിവസത്തേക്ക് വേദന കളിപ്പാവ പോലെ ആവും നന്ദിനി. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.